YouTube này xin xài Guys, അങ്ങനെ നമ്മള് ഫൈനലി we have reached Banaras. ഓം നമ ശിവായ. അങ്ങോട്ട് ഇതാണ് നമ്മുടെ ട്രെയിന്. നമ്മളിപ്പോൾ അങ്ങനെ വാരണാസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഓട്ടോക്കാർ വന്നിട്ട് നമുക്ക് ഇവിടെ കൊണ്ടാക്കണമെന്നൊക്കെ ചോദിക്കും. എനിക്കാണെങ്കിൽ ഹിന്ദിയെ മനസ്സിലാവുള്ള പണാടക്കാൻ, പക്ഷെ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് വാരണാസി റെയിൽവേ സ്റ്റേഷൻ. ഡ്രീംസ് ഓൾവേസ് കം ട്രൂ മക്കളെ. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ പെണ്ണൊരു ഓട്ടോയിൽ കയറി ഞാൻ ചോദിച്ചിട്ട് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. പുള്ളിക്കാരന്മാർ ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റില്ല, സാധനം കടമ്പാട്, ഗംഗയെ കൊണ്ടാക്കാം, ഗംഗയിൽ നിന്ന് കഴിക്കണം. പിന്നെ എണ്ണയിൽ അവിടെ നിന്ന് വിചാരിച്ചു ഗംഗയിലോട്ട് എനിക്ക് 200 രൂപയോട് പറഞ്ഞ് 150 രൂപയാക്കി കുറച്ചുകൂടെ താക്കൊന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു സമ്മതിക്കില്ല. അപ്പോൾ അവിടെ 150 രൂപയ്ക്ക് പോകാൻ വിചാരിച്ചു. ബഡ്ജറ്റ് ട്രിപ്പ് അങ്ങോട്ട് ബഡ്ജറ്റാവണില്ല, എല്ലാവട്ടെ. അപ്പോൾ ഈ ഗംഗയിൽ പോയിട്ട് കാണാം. ഗംഗയിൽ 7 മണിക്കാണ് രാത്രി മറ്റേ ആരതി ഉള്ളത്. അത് മാത്രമേ എൻ്റെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഗംഗയിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളോട്ട് അത്ര. അപ്പം ഞാൻ എന്ത് നടത്തില്ല, അങ്ങോട്ട് വണ്ടി ഒന്നും പോകത്തില്ല, വേറെ റൂം എടുക്കുന്നൊക്കെ ഇവർ പറയുന്നത്. പക്ഷേ പറ്റത്തില്ല അവിടെ നോക്കാം. ഗൈസ്, അവ പുള്ളിക്കാരനെ എന്നെ എവിടെയോ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു ഇവിടെ നേരെ നടന്ന ഗംഗാ റിവർ ആണെന്ന്. എനിക്കറിയില്ല ഗൈസ്, നമുക്ക് നോക്കാം. ഈ സോളോ ട്രിപ്പ് അത്ര എളുപ്പമൊന്നും അല്ലല്ലോ. അവിടെ കുറെ ചെക്കന്മാര് നോക്കാം. വേറൊരു കാര്യം പറയാനാണെങ്കിൽ ഇവിടുത്തെ നോക്കി പേടിപ്പിക്കാം. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഗൈസ്, ഇവിടുത്തെ ചൂട് ഈ സമയത്ത് ആരും ഇവിടെ വരുന്നത്. നമ്മൾ നേരത്തെ പണ്ടാരടങ്ങി കരിഞ്ഞു പോകും, അത്രയും ചൂടാണ് ഇവിടെ. ഇവിടെ ഒരു സമയം ചെയ്യുന്ന 10-11 മണി കണ്ടായിട്ടുള്ളൂ. എന്നിട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടുത്തെ ആൾക്കാരോടെ ഞാൻ വെന്തിരുക. ഇവിടെ സോളോ വരാൻ പറ്റിയ അത്രയുള്ള സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആൾക്കാർ നോട്ടും ഭാഗവും ഒക്കെ കണ്ടിട്ട് ഞാൻ നമുക്ക് സ്ഥലം കറക്റ്റ് കാണിച്ചു തരാം. ഒരുപാട് ആൾക്കാരുണ്ട്. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞത് തുടങ്ങുകയാണ് നമ്മുടെ ട്രിപ്പ്. കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ 2-3 കടയിൽ കയറി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എണീറ്റ് വന്നു, പറ്റുണ്ടായിരുന്നില്ല. അതിൻ്റെ അവസാനം ഞാനൊരു സമൂസ കച്ചോറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, വേറൊരു കടയിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ ഞാൻ ഇത് മേടിച്ചു. ഇത് കഴിച്ച് നോക്കണം. സിംഗിൾ ഹാൻഡഡിൽ എന്നെ കൊണ്ട് പറ്റില്ല, നോക്കട്ടെ. അപ്പോൾ സമൂസ കുഴപ്പമില്ല ഗൈസ്. ആദ്യം ഇച്ചിരി കഴിച്ചിട്ട് ഇത്തിരി പറ്റിയില്ലെങ്കിലും പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ ട്രിപ്പ് വന്നതാണ്, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ എനിക്ക് ഇവിടെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഇവിടെ കുഞ്ഞു പിള്ളേർ മറ്റേ ഇവിടെ കാണുന്ന കുഞ്ഞു പിള്ളേർ വലിയ വലിയ ബാഗും സാധനങ്ങളൊക്കെ തൂക്കി നടന്ന് വയ്യാണ്ടാവുക ഒക്കെ കാണുമ്പോൾ നമ്മളൊക്കെ എത്ര ലക്കിയാന്ന് നമുക്ക് തോന്നും. ഭയങ്കര വിഷമം എനിക്കിത് കണ്ടപ്പോൾ. പിന്നെ ഇവിടെ ഇതാണ് ഇപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നിർത്താം. എന്തായാലും ഇപ്പോൾ വേറൊന്നും കഴിക്കാനുള്ളൊരു ത്രാണിയും ശേഷിയും എനിക്കില്ല. നമ്മളിത് കഴിച്ചിട്ട് നേരെ പോവാണ് നമ്മുടെ ഹോസ്റ്റലിലേക്ക്. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ചേട്ടൻ പറഞ്ഞു ശരി എന്നെ കൊണ്ടേ ആക്കുക. കാരണം ഒടുക്കത്തെ വെയിലുമാണ്, ഒട്ടും നടക്കാനും പറ്റത്തില്ല. പക്ഷെ എനിക്ക് പുള്ളിയുടെ ഒക്കെ കാര്യമില്ലേക്കുമ്പോൾ വിഷമാവുക. നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് എനിക്ക്. എന്തെങ്കിലും അങ്ങോട്ട് നമ്മളാണല്ലോ, നമ്മൾ ഈ കേരളത്തിൽ ജീവിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴാണ് നമുക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നത്. എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വാരണാസിക്കും വരണം. വേറൊരു പുള്ളി കണ്ണം അടുത്ത് ഒന്ന് പാവം. വേറൊരു ലൈഫ് സ്റ്റൈലാണ് ഇവിടെ. നമ്മളൊക്കെ എത്ര ലക്കിയാണെന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും, എത്രത്തോളം ലക്കിയാണെന്ന്. അതിൻ്റെ വേറൊരു മനുഷ്യൻ കുറേ പേരുണ്ട്, കുറേ കുഞ്ഞു പിള്ളേരുണ്ട്. ഈശോ ഗൈസ്, ഇതിപ്പോ വന്ന് എന്ന് പറയാനാണെങ്കിൽ കുറേ നേരമായി. അപ്പൊ ഞാൻ ആലോചിക്കുക ഇനിയിപ്പോ ഇതിലാണല്ലോ കർത്താവേ നടന്നു വരാൻ തീരുമാനിച്ചത്. നടന്നു ഞാൻ ഈ വണ്ടി കൊണ്ട് ഇറക്കിയോർന്ന് ഒരു 500 മീറ്റർ ഇനിയും നടക്കാനുണ്ട്. ഞാൻ ഒന്നെങ്കിൽ കൂടെ കുഴഞ്ഞു വീഴും. ഗൈസ്, ഇപ്പൊ ഇച്ചിരി കൂടെ തണലായി, അപ്പൊ കുഴപ്പമില്ല. നേരത്തെ ഭയങ്കര ചൂടായിരുന്നു. ഇതിപ്പോ ഞാൻ വന്ന സീസണിന്റെ പ്രശ്നമാണ്, വാരണാസിയുടെ പ്രശ്നമല്ല. ഞാൻ ഇത്രയും ചൂടത്താ വന്നത്. ഇച്ചിരി നേരം കൂടെ കഴിയുമ്പോൾ തണുപ്പാ. അപ്പൊ വേണമെങ്കിൽ പോവാം, കുഴപ്പമില്ല. എന്നാണെങ്കിലും എൻ്റെ ഹോസ്റ്റൽ ഇവിടെ എവിടെയെങ്ങാണ്ടാണ് ഗൂഗിൾ മാപ്പ് അനുസരിച്ച്. നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന രീതി ഇവിടെ ജീവിക്കുന്ന രീതി നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ലൈഫിൽ നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. കാണുമ്പോൾ നമുക്ക് ഇച്ചിരി വിഷമം തോന്നുമെങ്കിലും ഇങ്ങനെ ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മളെ തന്നെ ഹമ്പിളാക്കും. നമ്മൾ ലൈഫിൽ നമുക്ക് എപ്പോഴെങ്കിലും ഇത്തിരി അഹങ്കാരം തോന്നുകയാണെങ്കിൽ വാരണാസിലോട്ട് വന്നാൽ മതി. എല്ലാ അഹങ്കാരവും അങ്ങ് മാറിക്കോളും, എല്ലാ അഹങ്കാരവും മാറും കേട്ടോ. ഗൈസ്, ഡെസ്റ്റിനേഷൻ ഫൈനലി റീച്ച്ഡ്. ഇത് മെയിൻ സിറ്റിയിൽ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട്. എന്തെങ്കിലും നോക്കട്ടെ, ചീപ്പായിട്ട് ഹോസ്റ്റൽ ബുക്ക് ചെയ്താൽ എന്തെങ്കിലും ആവട്ടെ.
ആണ്ട മൊത്തം വെള്ളപ്പൊക്കം ഉണർത്താതെ ഏതൊക്കെയോ ഉൾപ്രദേശത്തോടെയൊക്കെയാ പോകുന്നേ. അവരോട് ഞാൻ മഴ ചോദിച്ചിട്ടുണ്ട്, അവന്മാർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് എന്റെ ഹോസ്റ്റല്. ഇവിടെ അങ്ങനെ ഇതാണ് നമ്മുടെ ഡോർമെറ്ററി. താങ്ക് യു വെരി മച്ച്. നല്ല നല്ല തണുപ്പമ്മേ. ഞാൻ എങ്ങോട്ടും പോകണില്ല കേസ്, കടന്നുറങ്ങാൻ പോവാ. അത്രയും അടുത്ത് ഞാൻ. നല്ല നല്ല ഡോർമെറ്ററിയാണ്. നമ്മൾ ഹോസ്റ്റലിലേക്ക് ചെക്ക് ചെയ്തു. ഞാൻ കുളിച്ചു, ഇച്ചിരി നേരം കിടന്നുറങ്ങി. പക്ഷെ നമുക്ക് ഉറങ്ങാൻ സമയമില്ല. നമുക്ക് ആകെ 2-3 ദിവസമേ ഉള്ളൂ. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ പുറത്ത് പോകാൻ പോവാണ്. എന്താവും എന്തോ കാര്യം. പക്ഷെ ഭയങ്കര ചൂടാണ്. സൺസ്ക്രീൻ ഇട്ടുണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്, പിന്നെ ലിപ്സ്റ്റിക്ക്. ഞാൻ കൂടുതലൊന്നും ചെയ്യാറില്ല, ഗൈസ് നാച്ചുറൽ ബ്യൂട്ടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പുറത്ത് പോവാണ്. ഗൈസ്, അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നേക്കാണ്. ഇവിടെ ചായ കുടിക്കുന്നതിൻ്റെ കൂടെ ഇവിടെ ഒരു ബേക്കറിൽ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ചേട്ടാ एक पीस केक के लिए कितना है? Can I get one piece? और इस केक പറഞ്ഞിട്ട് say hi. ഞാൻ ഒരു പീസ് കേക്ക് പറഞ്ഞിട്ടുണ്ട്. ചായ വേറൊരു കടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ ഭയമനെ. അവിടെ വേറെ എന്തൊക്കെ കിട്ടും അണ്ണാ? വെയിറ്റ് वो है पनीर पेड़ है। हाँ एक पनीर पेड़ी 2 केक नाइस है. पनीर पेड़ी 2 हाँ 2 पीस. हाँ अच्छा है ना. मुझे पनीर बहुत पसंद है. ठीक है. അപ്പം ഞാനത് എങ്ങനെയുണ്ടെന്ന് പറയാം. അയ്യോ ഇവിടെ എന്ന് പറഞ്ഞാൽ ചായക്കട, തൊട്ടപ്പുറത്ത് ഇറച്ചിവെട്ടണ കട. ദൈവമേ എങ്ങോട്ട് നോക്കി ചായ കുടിക്കും, എങ്ങോട്ട് നോക്കും. പക്ഷേ ജോലി ലൈക്കിങ്. बहुत भूख लग रहा है. सिंपल ആണ്. ചിക്കൻ പപ്സ് അല്ലേ, ചിക്കൻ വരെ പയർ വയ്ക്കണം. അത്ര തന്നെ സാധനം കാണിച്ചിട്ടുണ്ടല്ലോ ഗൈസ്. ഞാൻ സാധനം ഇവിടെ ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ 2 കാര്യങ്ങൾ. ഒന്ന് ട്രാഫിക് ബ്ലോക്ക്, പിന്നെ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആണ്. ഇത് രണ്ടും ഇവിടെ ഒരുപാടുണ്ട്. പക്ഷെ ഇവിടുത്തെ എനിക്ക് തോന്നുന്ന സ്വീറ്റ്സ് ഒക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ ഇവിടുന്ന് കുറച്ച് രസഗുല്ലയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പോലെ ഒന്നുമില്ല, ഇവിടെ റോസ്ഗുല എന്ന് പറയുന്നത്. നല്ല എന്താ പറയുക, സോഫ്റ്റ് ടെക്സ്ചറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ റോട്ടിൽ മൊത്തം സ്ട്രീറ്റ് വെൻഡേഴ്സ്. നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ നമ്മൾ കാണത്തില്ല കുറേ ആൾക്കാർ, അതുപോലെ ഇവിടെ എവിടെ തിരിഞ്ഞാലും. പക്ഷെ കുഴപ്പമില്ല, ആൾക്കാരൊന്നും അത്ര ഫ്രണ്ട്ലി ഒന്നുമല്ല. ഫ്രണ്ട്ലി ആണ്. എൻ്റെ ഹോസ്റ്റലിലെ ആൾക്കാരൊക്കെ ഫ്രണ്ട്ലിയാണ്. കണ്ടോ, കുഞ്ഞു പിള്ളേരൊക്കെയാണ് ഇവിടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇത് പാലവേലയല്ലേ. കണ്ടോ, ബ്ലോക്കിന് മാത്രം ഇവിടെ ഒരു അവസാനമില്ല, ഇവിടെ ഫുൾ ബ്ലോക്കാണ്. ഒരുപാട് ചൂടുള്ള പോലെ തോന്നുന്നില്ലെങ്കിൽ നല്ല ചൂടുണ്ട്. വേറെ പണ്ടാണ് ഇറങ്ങണ്ട. ഞാനിപ്പോൾ ഇറങ്ങിയല്ലോ, ലിപ്സ്റ്റിക് വരെ പോയി. ഇതിപ്പോ ഈ റൂട്ട് നേരെ പോയ ഗംഗയുടെ അങ്ങോട്ടുള്ള ഗട്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഇവിടെ അങ്ങനെ റോഡ് മറ്റേ സൈഡ് ഫുഡ് പോക്കിനൊന്നുമില്ല. ഇഷ്ടത്തോടെ നടക്കാം ഗൈസ്. പക്ഷെ ഒരാൾ ഇടിക്കുന്നു അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഞാൻ രാവിലെ തന്നെ സൈക്കിൾ വന്നപ്പോ എന്തായിരുന്നു അത്, മറ്റേ കാർ റേസിംഗിനൊക്കെ പോകുന്ന പോലെ സൈക്കിൾ റേസിംഗ് ഒക്കെ വയ്ക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഫസ്റ്റ് എടുക്കും, എനിക്ക് ഉറപ്പാ. അങ്ങനെ നമ്മൾ നടന്ന് മറ്റേ ഈ ഗട്ടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ 7 മണിക്ക് എങ്ങാണ്ടാണ് ആരതി ഉള്ളത്. എനിക്ക് അറിയില്ല ഇനി അങ്ങോട്ട് പോകണത്. എവിടെയൊക്കെ ആൾക്കാരെ കുളിക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഒക്കെ കണ്ടോ, സ്വാമിമാരൊക്കെ എനിക്ക് വന്ന് മറ്റേ വൈകിട്ടത്തേക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഡ്രസ്സൊക്കെ മാറും. ഇതേക്കോടെ തന്നെ പോകും. इधर बैठा दे बोट में बड़ा वाले बोट गाइस. എനിക്കിവിടെ അറിയത്തില്ല എത്ര വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും. എനിവേ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഗംഗാ നദിയിലാണ് കേട്ടോ. ഗംഗയില് യമുന ഗംഗ. ഓ, ഗംഗയിലൊക്കെ വരാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ ഈ ഷോയെ
ഗൈസ് എന്നായി ഭയ്യ ഗൈസ് ഇതാണ് മറ്റേ ഗംഗാ നദീതീരം. ഇവിടെ ആൾക്കാര് കുളിക്കുന്നുണ്ട്, പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ. പിന്നെ ആൾക്കാർ ഇതും ചെയ്യുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് മറ്റേ പിണ്ടം വെക്കില്ലേ, അപ്പം അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ മറ്റേ കാര്യമില്ലേ നമ്മുടെ ആരതി, ആ സാധനം ഇതിൻ്റെ മുകളിൽ കണ്ടോ ആൾക്കാർ ബോട്ടിൻ്റെ മുകളിലിരിക്കുന്നത്, അത് അവിടെ എവിടെയാണ് നടക്കുന്നത്. നമുക്കത് കാണാൻ പറ്റില്ല എന്നവർ പറയുന്നത്, അടുത്ത് പോയി കാണാൻ പറ്റത്തില്ല. ഇപ്പം എന്തോ വെള്ളം കൂടുതലുള്ളതുകൊണ്ടോ അങ്ങനെ എന്തൊക്കെയോ ഉള്ളതുകൊണ്ട് അങ്ങനെ അടുത്ത് പോയി കാണാൻ പറ്റില്ല എന്നവർ പറയുന്നത്. നമുക്ക് നോക്കാം, നമ്മൾ അടമക്കളെ നോക്കാം. ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തിരിഞ്ഞ് വേറെ ക്രൗഡ്ലെസ് ആയിട്ടുള്ള മറ്റേ സ്റ്റെപ്പിലും പോയിരിക്കാന്ന് വിചാരിക്കുന്നത്. കണ്ടോ ഗൈസ്, ഇവിടുത്തെ ഒരു സാമ്യമുണ്ട്. എനിക്ക് നെറ്റിയിൽ ഇത് വരച്ച് തന്നിട്ട് പോയി. 50 രൂപയായിരുന്നു. എനിവേ എനിക്ക് അതിൽ ഇഷ്ടമായി. എനിക്ക് ഇവിടെ ഒരു ഫിറ്റിനാവാൻ പറ്റാത്ത പോലെ തോന്നുന്നുണ്ടായിരുന്നു ഇത്രയും ദിവസം, അല്ല ഇത്രയും നേരം. കാരണം ഡ്രസ്സിങ് ആണെങ്കിലും നമ്മുടെ മൈൻഡ് സെറ്റ് ആണെങ്കിലും ഇവിടുത്തെ ആൾക്കാരായിട്ട് നല്ല വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ രീതിയിൽ കാര്യങ്ങൾ നോക്കുന്ന ആകെ മീൻസ് വൃത്തിയില്ലായ്മ നമ്മൾ അങ്ങനെ നോക്കുന്നത്. പക്ഷെ ഇത് വച്ച പിന്നെ എനിക്ക് കുറച്ചും കൂടി ഫിറ്റിങ് ചെയ്യാൻ പറ്റുമ്പോൾ എനിക്ക് തോന്നും, എനിക്കറിയില്ല. ഓം നമ ശിവായ. എല്ലാവരും നോക്കണ്ട എന്താണാവോ, ഭംഗി ആസ്വദിക്കായിരിക്കും. ആസ്വദിക്കട്ടെ പാവങ്ങള്. ഗൈസ് ഇവിടെയാണ് ആരതി നടക്കുന്നത്. ഇവിടെ മറ്റേ പോലെയല്ല, ഇവിടെ ഗംഗയില് വെള്ളം കൂടുതലായതുകൊണ്ട് ഇവരിവിടെ നടത്തുന്നില്ല, ഇതിന്റെ മുകളിലാണ് നടത്തുന്നത്. അപ്പൊ അവിടെ ഇരിക്കാൻ 400 രൂപ കൊടുക്കണം. ഇതാണ് ഇവിടുത്തെ മെയിൻ അമ്പലം. പിന്നെ ഇതാണ് ഇവിടുത്തെ ഫേമസ് ബനാറസ് സാരി ഫാക്ടറി. ഇവിടെ എല്ലാവരും ആരതിക്ക് വേണ്ടി വെയിറ്റ് ആണ്. നമ്മുടെ കയ്യിൽ ഇപ്പം 400 രൂപ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഞാൻ വലിയൊരു യൂട്യൂബർ ആകുമ്പോൾ നമുക്ക് അടുത്ത വരവിന് അവിടെ ഇരുന്ന് കാണാം കേട്ടോ. यहाँ होगी एक आरती, देखिए एक आरती ये, एक आरती ये, 2 आरती दिखेंगी. यहाँ बैठ जाइए, सब भरा जाएगा आपको. यहाँ से पास अच्छा दिखेगा, ठीक है. पैसा दीजिए फटाक से हमको नीचे. ഞാൻ പെട്ടെന്ന് വന്ന് ഓക്കെ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കാം, അല്ല ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കാം കാണാനെന്ന് വിചാരിച്ചു. പക്ഷെ സംഭവം ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇവിടെയാണ് നടക്കുന്നത്, പരിപാടി നടക്കുന്നത്. അതാ ഇതാണ് ഈ സൈഡ് റെയിൽസ് പോലത്തെ, സൈഡ് റെയിൽസ് അല്ലല്ലോ, ഈ മറ്റേ ഇങ്ങനെ വരവരെയുള്ള റെയിൽസ് ആണ്. ഇതിൽ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കും? ഇതിൽ വീഡിയോ എടുക്കുമ്പോൾ നീട്ട് കാണാൻ പോലും പറ്റില്ല. പൈസ കൊടുത്തു പോയി, തിരിച്ച് ചോദിച്ചെടുത്ത് തരത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പക്ഷെ ഇവിടുന്ന് കാണാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ ശ്രമിക്കാം, പക്ഷെ ഇങ്ങനത്തെ ഇതുകൊണ്ട് ഇവിടെ നടക്കുന്നത് എനിക്ക് അറിയത്തില്ല ഇത് എങ്ങനെ ക്ലിയർ ആക്കി കാണിക്കുന്നേന്ന്. ഇവിടെയാണ് സംഭവം നടക്കുന്നത്, റെയിൽസ് മാത്രം. പക്ഷെ നാളെ എന്തായാലും കാണിച്ചിട്ട് എന്തായാലും താഴ്ത്തുന്നു, കാരണം പൈസ ബഡ്ജറ്റ് ട്രിപ്പാണ്. താഴ്ത്ത് ഞാൻ മുകളിലേക്ക് സൂം ചെയ്ത് കാണിച്ചത്. എന്തായാലും ഇവിടെ വന്നിരിക്കാൻ നല്ല കാറ്റും ഇതൊക്കെ ഉണ്ട്. ഇവിടെ മഴ പെയ്തു ഗൈസ്, ഇവിടെ ചേണയുടെ ഇടയ്ക്കൂടെ മഴ പെയ്തു. ഇവിടെ ആൾക്കാരൊക്കെ കണ്ടോ ഓടി അവിടുന്ന് മാറി. പക്ഷെ അവരിപ്പോഴും നിർത്തിയിട്ടില്ല, കാണാൻ പറ്റില്ല. ആൾക്കാരൊക്കെ അവിടുന്ന് ഓടി പോകുന്നുണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിപ്പോയി. ഞങ്ങളിവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെയാണ് ആരതി നടക്കുന്നത്. കാണിക്കാം. കാരണം അവിടെ കാകെ നനഞ്ഞു, മൊത്തം മഴയാ. കണ്ടോ ഗൈസ്, മഴ പെയ്യുന്ന കണ്ടോ? അവര് മഴയത്താ ചെയ്യുന്നേ. ഇവിടെ താഴെ മൊത്തം ആൾക്കാര് ഓടുകയാണ് മഴ കാരണം. ഞങ്ങള് ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങിയതാ ഗൈസ്, പെട്ടെന്ന്. അവിടെ എന്ത് സന്തോഷിച്ച ഗൈസ്. അപ്പൊ ഇതാണ്
ഭാഗത്തായിരുന്നു. ഇവിടുത്തെ ഒരു 1 കിലോമീറ്റർ ഉണ്ടാവും. അങ്ങനെ വണ്ടി ഒന്നും ഒരുപാട് ഉണ്ടാവില്ല. പക്ഷെ വയസ്സായ ആൾക്കാർക്ക് മാത്രമേ വണ്ടി എടുത്തുള്ളൂ. ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് എൻ്റെ ഹോസ്റ്റലിലേക്ക് എന്നാണ് എൻ്റെ വിശ്വാസം. മാപ്പ് ഇടാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. എന്തായാലും നല്ല രസമുണ്ട് ഇവിടെ. മൊത്തം മഴയൊക്കെ പെയ്ത് വെള്ളച്ചാട്ടമാ. ബ്ലോക്കിന്റെ ഇടയിൽ പെട്ട അവിടെ മൊത്തം ബ്ലോക്കാ. ഇങ്ങനെ പെട്ടത് മാർക്കില്ല. ഗൈസ് ഇത്രയും നേരം ഭയങ്കര തിരക്കിനകത്തായിരുന്നു. ഇവിടെ അല്ല, കുറച്ചും കൂടെ അങ്ങ് പോകണം. ഇപ്പോഴാണെന്ന് അല്ലാത്ത റോഡിലോട്ടായത്. കാരണം എൻ്റെ ഹോസ്റ്റൽ കുറച്ച് ഉള്ളിലോട്ടാണ്. ഇത് മെയിൻ വേ അല്ല. പക്ഷെ എന്നാലും നല്ല തിരക്കുണ്ട്. എല്ലാം സഹിക്കാൻ ഈ ഹോളിഡ് മാത്രം സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ റോഡായാലും വണ്ടിയാണെങ്കിലും വണ്ടിക്കാരെങ്കിലും നാട്ടുകാരാണെങ്കിലും ഫുൾ റോഡ് നടുക്കൂടെ നടക്കണേ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നല്ല ഇഷ്ടമായി. കുഴപ്പമില്ല. അത് കണ്ട ഒരു ഷേക്ക് കുടിക്കാൻ വന്നു. ഇവിടുത്തെ ചൂട് കാരണം എനിക്ക് എൻ്റെ ഹോട്ട്നെസ്സും ഈ ചൂടും കൂടെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഷേക്ക് കുടിക്കാൻ വന്നു. ഒരു ഷേക്ക് തരുമായിരിക്കും. ഇപ്പോൾ മടുത്ത് കഴിച്ചമ്മോ. അങ്ങനെ നമ്മൾ എൻ്റെ ഹോസ്റ്റലിൽ കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്ക് സ്ഥലം അങ്ങോട്ട് മനസ്സിലാവില്ല. എല്ലാ സ്ഥലങ്ങളും ഒരേപോലെയാണ്. എനിക്ക് സ്ഥലം മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ കുറേ ആൾക്കാർ വെച്ച് അവിടെ ഇങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു. ഡയറക്ഷൻ ഇട്ടാണ് എനിക്ക് അതും മനസ്സിലാവില്ല. എന്നോട് എത്താറായി. ഇപ്പം എനിക്ക് സ്ഥലം മനസ്സിലായി. ഒരു വളവ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിലാവും. പക്ഷെ വളവ് വരെ കഷ്ടപ്പെടാൻ മക്കളാ ഗൈസ്. അപ്പോൾ ഞാൻ വീണ്ടും പാനിപ്പൂരി കഴിക്കാൻ നിർത്തി. ഈ പാനിപ്പൂരി എവിടെ കണ്ടാലും എൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഞാൻ വീണ്ടും അത് കഴിക്കാൻ നിർത്തിയേക്കാണ്. ഇതാണ് അണ്ണൻ. അണ്ണാ ഹായ് പോലും. പയ്യ ഹായ് പോലും. ഇവിടെ ഇങ്ങനത്തെ സാധനത്തിലേക്കേ തരുന്നേ. മറ്റേ ഇതല്ല, ഇതിനകത്ത് വരുന്നത്. വാവ്, നൈസ്, ലൈക്ക് ഇറ്റ്. നമ്മളങ്ങനെ പാനിപ്പൂരി കഴിച്ച് വീണ്ടും ഒരു വിജനമായ ഒരു അമ്പലത്തിൽ വന്ന് പെട്ടുണ്ട്. ഒരു മനുഷ്യല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല ഗൈസ്, എനിക്ക് സത്യമായിട്ട് അറിയില്ല. അവിടെ പക്ഷെ പുഴയൊക്കെ ഉണ്ടാവും. കുറച്ചുകൂടെ ഇരുന്നിട്ട് പോവാം തപ്പെടുക്കാൻ. എത്തി. നല്ല കഷ്ടപ്പാടായിരുന്നു. നല്ല എത്തി. ഹോസ്റ്റലെത്തി ഗൈസ്. ഹോസ്റ്റലിന്റെ റൂഫ് ടോപ്പ് ആണ്. സോ there were so many people in here. This guy from Japan and there's a lot of people here. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിവേ എന്നാൽ കുറച്ചുകൂടെ വന്നിരിക്കാന്ന്. So that is the end of the day guys. Bye bye. Tell your friends of Spanish. പിന്നെ എനിക്ക് അമ്മത്തെ പറ്റി ഗൈസ്. ഞാൻ വിചാരിച്ചു ഞാൻ ഓർഡർ ചെയ്തത് ഒരു പനീർ പുലാവും പനീർ മട്ടും ചിക്കൻ കറിയും ഒരു ഫ്രൈഡ് റൈസ് ആണെന്നാണ് ഞാൻ വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്ത് പനീർ ബട്ടർ മസാല, വേറെ ചിക്കൻ കറി, ഒരു ഹാഫ് ഫ്രൈഡ് റൈസ്. ഹാഫ് ഫ്രൈഡ് റൈസ് ഒന്ന് ഇച്ചിരി ഉള്ളൂ. എനിക്ക് അതിന് നല്ല കഷ്ടപ്പെട്ടു. ഞാൻ വീട്ടിൽ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ പക്ഷെ കൊള്ളാണ്. ഇത് വേണം നോക്കാൻ പറ്റില്ല. പനീർ കൊള്ളാം. ചിക്കൻ ഇനിയിപ്പോൾ മറ്റേ ചോറ് എല്ലാം കഴിക്കാൻ വിചാരിച്ചു. എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് പനീറിനോട് ഭയങ്കര ഇഷ്ടം. ഇവിടെ കാരണം ഇവിടെ ഗൈസ് അതുപോലെ തന്നെ ഞാൻ 2 റൈസും കൂടെ ഓർഡർ ചെയ്തു. പക്ഷെ എനിക്ക് വിശന്നിട്ട് ഞാൻ ഇതിൽ മൊത്തം പനീറും അതിൽ മൊത്തം പനീറും കഴിച്ച് തീർത്തിരിക്കുകയാണ് ഗൈസ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അത് മാത്രമല്ല എനിക്കിപ്പോൾ 2 ദിവസമായിട്ട് പനീറായിട്ട് ഭയങ്കര ഒബ്സഷൻ. ഇത് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ഇതാണ് കേട്ടോ. നിങ്ങളുടെ ഹോസ്റ്റലിൻ്റെ എനിക്ക് വാങ്ങിട്ടില്ല ലിവിങ് സ്പേസ്. ലിവിങ് സ്പേസ് ആണ് മോസ്റ്റ് ഫേമസ് ഗാർഡൻ. സംതിങ് ദാറ്റ് യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ടു.
Since Assi is very trending, Assi is bigger, and Assi, you can go Assi, and for all cremation rituals of Hindu culture, you should visit Manikarnika. And Dasashwamedh, there is Harishchandra Ghat also. You have heard of King Harishchandra. Yeah. It's named after him. So how long I will be in Varanasi? How long? Mine, I think 3 to 4 days. Yeah. But I have little bit idea. Since I am why are you laughing?